പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആ ട്രക്കിൻ്റെ സാന്നിധ്യം അവിടെ ആ മൺകൂമ്പാരത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ട്രക്ക് അവിടെ പെട്ടിട്ടുണ്ട്, അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കർണാടക റവന്യൂ മന്ത്രി ഇന്ന് 3:30 ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അർജുൻ ഓടിച്ച വാഹനം തന്നെയാകാം എന്നതാണ് നാവികസേന ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കുന്നത്. നാവികസേനയ്ക്ക് ലഭിച്ച സോണാർ സിഗ്നലുകളുടെ ഇമേജ്, അതിൻ്റെ വിവരങ്ങൾ ഔദ്യോഗികമായി നേവി ഇതാദ്യമായി പുറത്തുവിട്ടു. ഈ ഓപ്പറേഷൻ തുടങ്ങി 9ാമത്തെ ദിവസമാണ്. ഇത്തരത്തിൽ വളരെ ക്രിട്ടിക്കൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ, ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാദ്യമായി പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. രണ്ട് ആംഗിൾ, രണ്ട് സൈഡ് ഇമേജുകളായിരുന്നു, സൈഡ് സ്കാൻ സോണാർ ഇമേജുകളാണ് പുറത്തു വന്നത്. അതിൻ്റെ പ്രത്യേകത നോക്കൂ, ഇവിടെ ഏതാണ്ട് ഒരു ലോറിക്ക് സമാനമായ ഒരു ലെങ്തിലുള്ള അതിൻ്റെ പ്രൊഫൈലുള്ള ഇമേജുകൾ തന്നെയാണ് കിട്ടിയത്. അതിൽ കോണ്ടാക്ട് 1ൻ്റെ മധ്യത്തിൽ നേവി തന്നെ പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ എന്നതാണ്. അവർ മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ആ സ്ക്രീനിൽ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗം. ഇത് ആ ഭാഗത്ത് നടക്കുന്ന തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഒപ്പം നാവികസേന ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതാദ്യമായാണ് പ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഇത്രയും സ്ഥിരീകരിച്ച വിവരം പറയാൻ കഴിയുന്നത്. ഇത് സേന, ഇന്ത്യൻ നേവി അവർ പുറത്തുവിട്ടിരിക്കുന്ന വിവരമാണ്. ഈ നേവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് സമാധാന കാലത്തും യുദ്ധകാലത്തും ഒരുപോലെ നാവികസേന ഉപയോഗിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് തന്നെയാണ്. ആഴക്കടലിൽ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ആഴക്കടലിൽ ഉൾപ്പെടെ സൈനിക നടപടികൾക്ക് ഉപയോഗിക്കുന്ന, സൈനിക നടപടികളെ സഹായിക്കുന്ന സോണാർ അതാണ് അവിടെ എത്തിച്ചിരുന്നത്. അത് ഇന്ത്യൻ നാവികസേനയുടെ പക്കലുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള സോണാർ തന്നെയാണ്. അപ്പോൾ അതിലെ സിഗ്നലുകൾ നമ്മളെ അങ്ങനെ ചതിക്കില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് ഈ മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ എന്ന കോണ്ടാക്ട് 1ൽ പറയുന്ന ഭാഗത്ത് ആ ലോറി, ആ ട്രക്ക് ഉണ്ട് എന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ ആ കോണ്ടാക്ട് 1 എന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ ദീർഘമുള്ള ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, വെള്ളത്തിന് അടിയിൽ ലഭിച്ചിട്ടുണ്ട്. അത് എത്ര താഴ്ചയിലുള്ളതാണ് എന്നതിൻ്റെ ഒരു വിവരം സേന പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അവിടെ തെരച്ചിൽ തുടരുന്നുണ്ട്. വലിയ യന്ത്രക്കൈകൾ അവിടെ മണ്ണ് വളരെ സൂക്ഷ്മമായി മാറ്റി അവിടെ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് ശുഭവാർത്ത ലഭിക്കും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അത് എനിക്കറിയില്ല, ശുഭവാർത്ത എന്ന് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ അത് അടുത്ത മണിക്കൂറുകൾ തെളിയിക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിൽ അതിനിർണായകമായ വിവരങ്ങൾ ആ മണ്ണിനടിയിലുണ്ട് എന്നത് കേവലം നമ്മൾ പറയുന്നതല്ല. സാങ്കേതിക വൈദഗ്ധ്യം ഉള്ള അത്തരം ജോലികളിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യൻ നേവി ഔദ്യോഗികമായി പറയുകയാണ്. അപ്പം അവരെ കോട്ട് ചെയ്തുകൊണ്ട് ആ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കർണാടകയിലെ റവന്യൂ മന്ത്രിയും. അപ്പോൾ കേവലം ഒരു മാധ്യമ നിഗമനം എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ച വിവരങ്ങൾ, അതിൻ്റെ ഇമേജുകൾ, അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഷിരൂരിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ എത്തിക്കാൻ കഴിയുന്നത്. തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്, തെരച്ചിൽ തുടരുന്നുണ്ട്. ആ തെരച്ചിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിലെ വളരെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ഇന്ന് രാത്രിയും പകലും ഈ രാത്രിയും തെരച്ചിൽ തുടരും എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ജനപ്രതിനിധികൾ, അവിടുത്തെ കാർവാറിലെ MLA തന്നെ പറയുന്നത്. ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അതായത് സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് നാവികസേന പുറത്തുവിട്ട ആ ചിത്രങ്ങൾ, ആ ഇമേജ്, അതിൽ കോണ്ടാക്ട് 1 ഉണ്ട്, കോണ്ടാക്ട് 2 ഉണ്ട്. കോണ്ടാക്ട് 1 എന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കിയാൽ അറിയാം, വളരെ ദീർഘമേറിയ ഒരു സിഗ്നൽ ആ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി വിസിബിളായ ഭാഗം കോണ്ടാക്ട് 1 മോസ്റ്റ് പ്രോബബിൾ എന്നത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ദീർഘമായ സിഗ്നലാണ്. അതൊരു വലിയ വാഹനമെന്നോ ഒരു വലിയ ലോഹ വസ്തു ആ ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നത് ആ സിഗ്നലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് മോസ്റ്റ് പ്രോബബിൾ എന്ന് വെച്ചാൽ ഒരു ട്രക്ക് മോസ്റ്റ് പ്രോബബിൾ, അവർ തിരയുന്ന ആ ട്രക്ക് അവിടെയുണ്ട് എന്നത് ഏതാണ്ട് ഒരു 90% ഉറപ്പോടെ നമ്മളുടെ സേനാ വിഭാഗങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിന് തൊട്ട് സൈഡിൽ കാണാം, അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ ഇപ്പോഴും അവരുടെ തെരച്ചിൽ നാവികസേന മുങ്ങൽ വിദഗ്ധർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ യന്ത്രക്കൈകൾ ആഴത്തിൽ അവിടെ നടത്തുന്ന തെരച്ചിലിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ആ മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷനാണ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിനോടകം ഈ രക്ഷാദൗത്യത്തിൻ്റെ 9ാം ദിവസം ലോറി പുഴയുടെ സൈഡിൽ, അതിൻ്റെ പുഴക്കരയിൽ തന്നെയുണ്ട്, വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഭാഗത്തുണ്ട് എന്ന്
ഉറപ്പിച്ചു പറയാൻ നാവികസേനയ്ക്ക് 90% ഉറപ്പോടെ പറയാൻ നാവികസേനയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തെരച്ചിലിൽ നിർണായക സൂചനകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കർണാടക റവന്യൂ മന്ത്രി പറയുന്നുണ്ട് അവിടെ ഒരു ട്രക്ക് കുടുങ്ങിയതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വസ്തുവിലേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കതിനെ പിടിച്ച് എടുക്കാൻ കഴിയും, അതിലേക്ക് എത്താൻ കഴിയും എന്ന് ട്വീറ്റ് കൂടി വരുന്നുണ്ട്. അതാണ് ഔദ്യോഗികമായി നമുക്ക് നാവികസേനയും കർണാടകയുടെ റവന്യൂ മന്ത്രിയും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ മണിക്കൂറിലുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ ദിവസം നിർണായകമാകുമെന്ന് നമ്മൾ അറിയിച്ചതാണ്. ഇത് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ കുറെ കൂടി വിസിബിളായ ഷോട്ട് കാണിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിലേക്ക് എത്താം. ഇതാ നോക്കൂ, അതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിച്ചാലും അത് ഒരു കുറച്ചുകൂടി വേഗത്തിൽ അത് വിസിബിൾ ആകും. നമുക്ക് ഈ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി എന്ന് ഔദ്യോഗികമായി നാവികസേന പുറത്തുവിട്ടത് ഇതാ ഈ ഭാഗം തന്നെയാണ്. നോക്കൂ, ഇവിടെ കോണ്ടാക്ട് 1, ഇവിടെയാണ് മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡ് വ്യൂ ഇവിടെ അത് കാണാം. കോണ്ടാക്ട് 1 മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ അതാണ് ഇവിടെ കാണുന്നത്. അതായത് ആ ട്രക്ക് കുടുങ്ങി എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ സിഗ്നലിൻ്റെ ലെങ്ത്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ വിസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗം. ഇവിടെയാണ് നമ്മൾ കണ്ടത്. അവിടെ ആ ഹിറ്റാച്ചി മെഷീൻ ആഴത്തിൽ പരിശോധന നടത്തുന്ന ഭാഗം ഇവിടെയാണ്. ഇതാണ് കോണ്ടാക്ട് 2 എന്ന് പറയുന്നത്. കോണ്ടാക്ട് 2-വിൽ നിന്നും ലഭിച്ച സിഗ്നൽ അത്രയും സ്ട്രെങ്ത് ഉള്ളതല്ല, പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ കോണ്ടാക്ട് 1-ൽ മോസ്റ്റ് പ്രോബബിൾ, കോണ്ടാക്ട് 2-വിൽ മറ്റൊരു സിഗ്നൽ. അങ്ങനെ 2 ബലമുള്ള സിഗ്നലുകളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ആ തെരച്ചിലിൻ്റെ ഏറ്റവും പുതിയ എന്ന് വെച്ചാൽ ആ തെരച്ചിൽ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കോർ ഏരിയയിലെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഇത് ആ ട്രക്കിൻ്റെ ലൊക്കേഷൻ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. നമുക്ക് എന്ന് പറയുമ്പോൾ സേന തന്നെയാണ് 90% എന്നത് അവരുടെ ഒരു ഉറപ്പോടുകൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടുത്തെ റവന്യൂ മന്ത്രി അത് ഒരു ട്വീറ്റായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, ഇതിൻ്റെ കുറെ കൂടി വിസിബിളായ ഭാഗം, അതിൻ്റെ ആ ഇമേജിൻ്റെ ഭാഗം നമ്മൾ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടുത്തെ തെരച്ചിലിൽ പുതിയതായ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആ ദൗത്യ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ മീറ്റിങ്ങോ മറ്റോ ചേരാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇതിനോടകം ഒരു യോഗം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ കൂടുതൽ സ്ഥിരീകരണം അല്പസമയത്തിനകം നൽകാം. അല്പസമയം മുൻപാണ് ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, കാർവാർ എസ് പി അടക്കമുള്ളവരകത്തേക്ക് കടന്നുപോയത്. ഈ ദിവസങ്ങൾ നമ്മളിവിടെ നിൽക്കുകയാണ് വിജയകുമാർ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മൾ ഈ തെരച്ചിലിനെ സാഗൂതം വീക്ഷിക്കുകയാണ്, വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും അകത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നില്ല. ഈ 9-ാം നാൾ വൈകുന്നേരം അങ്ങനെ ഒരു കാഴ്ച കാണുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകും. അത് കൃത്യമായ ഒരു സൂചന പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കരുതാം വിജയകുമാർ. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ സോണാർ സൈഡ് സ്കാൻ ഇമേജ് കാണിച്ചു തന്ന അതേ സ്ഥലത്ത് തന്നെയാണ് റഡാർ ഈ സിഗ്നൽ കണ്ടെത്തിയത് എന്ന വിവരം കൃത്യമായി വരുന്നു. എന്ന് പറയുമ്പോൾ ഈ 2 സിഗ്നലുകൾ ഏതാണ്ട് ഒരൊറ്റ ഒബ്ജക്റ്റിലേക്ക് തന്നെയാണ് കേന്ദ്രീകരിച്ചത്. ഈ 2 സോണാറിലാവട്ടെ റഡാറിലാവട്ടെ ഈ 2 സിഗ്നലുകളും അതിശക്തമായ സിഗ്നലുകളാണ്. എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ലോഹത്തിന് സമാനമായ ലോഹം നൽകാൻ, അല്ലെങ്കിൽ വിസ്തൃതിയുള്ള നീളം കൂടിയ ലോഹം നൽകാൻ സമാനമായ സിഗ്നലുകൾ റഡാറിലും സോണാറിലും കിട്ടുന്നുവെങ്കിൽ അത് നിർണായകമായും ചില പ്രതീക്ഷകളാണ്, ഉറപ്പായും ചില പ്രതീക്ഷകളാണ്. അതിനിടയിൽ വിജയകുമാർ, ഒരൊറ്റ കാര്യം മാത്രമാണ് ഒരു ചെറിയ ആശങ്ക ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരക്കൽ വലിയൊരു ടവർ ഉണ്ടായിരുന്നു. ആ ടവർ ഈ മണ്ണിനൊടിയിലെ മൺകൂനിൽ എവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ സോണാറിന്റെ ആ ദൃശ്യങ്ങൾ ഇതൊരു ലോറിയാണ് എന്ന മനസ്സ് വെച്ച് നോക്കിയാൽ ലോറിയാണ് തോന്നുകയും, അതല്ല ഇതൊരു ടവറാണ് എന്ന് മനസ്സ് വെച്ച് നോക്കിയാൽ ടവറാണ് തോന്നുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. അത് പോട്ടെ, അല്പസമയത്തിന് നമുക്ക് ആ കൺഫ്യൂഷന്റെ ഒരു അറുതിയുണ്ട്. വിജയകുമാർ, ഇവിടെ കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ നേരത്തെ അജീഷ് പറഞ്ഞിരുന്നു, അർജുനെ ജീവനോടെ തരണേ കൃഷ്ണ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സാഫിന സാരി എന്ന് പ്രേക്ഷകർ പറഞ്ഞു, ജീവനോടെ കിട്ടണേ റബ്ബേ ആമീൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ പ്രാർത്ഥന അർജുന് വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് വിജയകുമാർ. ആ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായ ഉത്തരം ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇപ്പോഴും വ്യക്തിപരമായി
അങ്ങനെ ഒരു ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകുമെന്ന് വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അതിന്റെ പ്രതീക്ഷയ്ക്ക് കാരണം നേരത്തെ സമാനമായ രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ എൻകൗണ്ടർ ചർച്ചയ്ക്ക് വിളിച്ച 1-2 വിദഗ്ധർ 10-13 ദിവസം കഴിഞ്ഞ് ഭൂകമ്പ ഭൂമികളിൽ നിന്ന് ഇതിനേക്കാൾ ദുഷ്കര സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ജീവനോടെ കരയ്ക്കുമെന്ന കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കഥകൾ ഉള്ളതുകൊണ്ടും അർജുനോട് അഗാധമായ സ്നേഹമുള്ളതുകൊണ്ടും ജീവനോട് വരുമെന്ന വ്യക്തിപരമായ പ്രതീക്ഷ എനിക്കുണ്ട്. എന്റെ വ്യക്തിപര പ്രതീക്ഷയ്ക്ക് അവിടെ അടിസ്ഥാനമില്ല. അതെന്തായാലും അല്പസമയത്തിന് അറിയാം വിജയകുമാർ. എന്തായാലും ഈ 9-ാം നാൾ 1, 2, 3, 4 എന്നിങ്ങനെ തുടങ്ങി ആദ്യത്തെ 48 മണിക്കൂറിലെ നിസ്സംഗത, അതിനുശേഷം നമ്മൾ കണ്ട വലിയ രാഷ്ട്രീയ സമ്മർദ്ദം, അതിനുശേഷം നമ്മൾ കണ്ട ഓരോരോ തർക്കങ്ങൾ, അതിനുശേഷം നമ്മൾ കണ്ട ഓരോ സ്ട്രഗിളുകൾ, അതിനുശേഷം നമ്മൾ കണ്ട ഓരോ പരിശോധനകൾക്കൊടുവിൽ 9-ാം നാൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പെരുമഴ വീണ്ടും തുടങ്ങുകയാണ്. ഈ മഴയാണ് പ്രശ്നം വിജയകുമാർ. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ രാവിലെ പലയാവർത്തി മഴ പെയ്തു. മഴ പെയ്യുമ്പോഴൊക്കെ ഈ രക്ഷാദൗത്യത്തിന് തടസ്സമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടക്കുന്ന ഈ വലിയ രക്ഷാപ്രവർത്തനത്തിന് എത്ര പെരുമഴ പെയ്താലും വലിയ തടസ്സമുണ്ടാവില്ലെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് രാത്രി കൂടി ആ പരിശോധന നീളും എന്ന് പറയുന്നു. അപ്പോൾ രാത്രി കൂടി പരിശോധന നീളുമെന്ന് ഔദ്യോഗികമായി പറയണമെങ്കിൽ കൃത്യമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പറച്ചിൽ. ഏറ്റവും പ്രധാനപ്പെട്ട 2 സിഗ്നലുകൾ, ആ കോൺടാക്ട് നമ്പർ 1 എന്ന് പറയുന്ന ആ സിഗ്നൽ പുഴയോരത്തോട് ചേർന്ന് തന്നെയാണ്. അതാണ്